ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്ത് സസ്യേതര ഭക്ഷണത്തിന് നിരോധനം ഏർപ്പെടുത്തി. ക്ഷേത്ര ഭരണസമിതി യോഗത്തിലാണ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉത്തരവിറക്കിയത്. ക്ഷേത്ര ഓഫീസിൽ മാംസം വിളമ്പിയ വാർത്ത ജനം TV പുറത്തുവിട്ടിരുന്നു. ജനം ഇമ്പാക്ട് വിവരങ്ങളുമായി പ്രജിത്തുണ്ട്. പ്രജിത്ത്, നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞിരുന്നു ഈ ക്ഷേത്ര പരിസരത്ത് മാംസഭക്ഷണം വിളമ്പിയ ആ ഒരു വിഷയം വലിയ രീതിയിൽ പ്രതിഷേധമായി ജനം TV അത് വാർത്തയാക്കി. എന്തായാലും ഇപ്പോൾ മാംസഭക്ഷണം നിരോധിച്ചുകൊണ്ട് ഔദ്യോഗികമായ ഉത്തരവിറങ്ങിയിരിക്കുന്നു. പക്ഷേ ഇതും ക്ഷേത്ര ജീവനക്കാരെ മാത്രം ബലിയാടാക്കിക്കൊണ്ടാണ് എന്നുള്ള രീതിയിൽ വിമർശനമുണ്ട്. മാത്രമല്ല ഈ വിഷയത്തിൽ പ്രതിഷേധങ്ങൾ തുടരുകയും ചെയ്യും എന്നും അറിയാൻ കഴിയുന്നു. കൂടുതൽ വിവരങ്ങൾ എന്താണ്? ഈ അവിടുത്തെ ഒരു ജീവനക്കാരൻ്റെ മകന് ജോലി കിട്ടിയതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു പാർട്ടി അവിടെ നടക്കുന്നത്. ഈ പാർട്ടിയിൽ വെച്ചാണ് ഇത്തരത്തിൽ മാംസാഹാരം ക്ഷേത്ര പരിസരത്ത് തന്നെ വിളമ്പുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വലിയ വിവാദങ്ങളുണ്ടായി, പ്രതിഷേധങ്ങളുണ്ടായി. ജനം TV വാർത്ത നൽകിയതിന് പിന്നാലെ ഇതിലൊരു നടപടി ഉണ്ടാകുമെന്ന് ക്ഷേത്ര ഭരണസമിതി പറഞ്ഞിരുന്നു. അന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്ര ഭരണസമിതി യോഗം ചേരുകയും ഈ യോഗത്തിന്റെ തീരുമാന അടിസ്ഥാനത്തിലാണ് പിന്നീട് ഇപ്പോൾ എക്സിക്യൂട്ടീവ് ഓഫീസർ ഉത്തരവിറക്കിയിരിക്കുന്നത്. ഈ ഉത്തരവിൽ പറയുന്നത് ക്ഷേത്ര പരിസരത്തും ഓഫീസ് പരിസരത്തും സസ്യേതര ഭക്ഷണം, അതോടൊപ്പം തന്നെ ലഹരി വസ്തുക്കളൊന്നും തന്നെ കൊണ്ടുവരുന്നതും ഉപയോഗിക്കുന്നതുമെല്ലാം പൂർണ്ണമായി നിരോധിച്ചിരിക്കുന്നു എന്നുള്ള ഒരു പരാമർശമാണ് ഈ ഉത്തരവിലുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഉദ്യോഗസ്ഥർക്ക് കർശനമായ നിയന്ത്രണങ്ങളും കൂടി ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ വിവാദമായിരിക്കുന്ന ഡൈനിങ് റൂം, ആ ഡൈനിങ് റൂം ഉപയോഗിക്കുന്നതിന് സമയക്രമം വച്ചിരിക്കുന്നു. സമയക്രമം എന്ന് പറഞ്ഞാൽ രാവിലെ 9:30 രാവിലെയും ഉച്ചയ്ക്കും ഈ 2 നേരങ്ങളിൽ മാത്രമായി ഡൈനിങ് റൂം ഉപയോഗിക്കാൻ കഴിയുള്ളൂ. അതോടൊപ്പം തന്നെ ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർ മാത്രമായിരിക്കണം ഈ ഡൈനിങ് റൂം ഉപയോഗിക്കുന്നത് എന്ന് ഉത്തരവിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഓഫീസ് തുറക്കുന്നതിനും അടയ്ക്കുന്നതിനും ഒക്കെയുള്ള നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കിയിട്ടുണ്ട്. ക്ഷേത്രം ഓഫീസ് വൈകുന്നേരം 5:30 ശേഷം അടച്ചിരിക്കണം. പക്ഷേ 5:30 ശേഷം ആർക്കെങ്കിലും ഉദ്യോഗസ്ഥർക്ക് ഈ ഓഫീസിൽ തുടരണമെന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിന് പ്രത്യേക അനുമതി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെയാണ് അവധി ദിവസങ്ങളിലും ഓഫീസ് തുറന്നിരിക്കാൻ പാടില്ല. ഓഫീസ് തുറക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥർക്ക് ഏതെങ്കിലും തരത്തിൽ ഈ ഓഫീസിൽ വരേണ്ട ആവശ്യമുണ്ടെങ്കിൽ അത് കൃത്യമായി മുൻകൂർ അനുമതി നേടിയ ശേഷം മാത്രമേ ഓഫീസിലേക്ക് വരാൻ സാധിക്കുള്ളൂ എന്നൊരു പരാമർശം ഇതിലുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഉദ്യോഗസ്ഥരില്ലാത്ത സമയത്ത് ഓഫീസ് അടച്ചിട്ടിരിക്കുന്നു എന്നുള്ളത് ഉറപ്പുവരുത്താൻ പ്രത്യേകം ഉദ്യോഗസ്ഥരെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ അവരെയൊക്കെ നിയോഗിക്കണം എന്നുള്ള ഒരു പരാമർശം കൂടി ഇപ്പോൾ ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. എന്തായാലും മറ്റൊരു വിമർശനം കൂടി വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ക്ഷേത്ര ഭരണസമിതിയുടെ തീരുമാനം ഉത്തരവായി ഇറക്കിയിരിക്കുന്നത് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. ഈ എക്സിക്യൂട്ടീവ് ഓഫീസർക്കെതിരെയാണ് പ്രധാനപ്പെട്ട ആരോപണം വരുന്നത്. പ്രത്യേകിച്ച് ക്ഷേത്രം കർമ്മചാരി സംഘ, അനന്തപുരം ഹിന്ദുധർമ്മ പരിഷത്ത് തുടങ്ങിയിട്ടുള്ള പ്രതിഷേധമുയർത്തുന്ന സംഘടനകൾ ആദ്യം മുതൽ പറയുന്നത് ഈ എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ഇതിന് അനുമതി നൽകിയത്. ആ എക്സിക്യൂട്ടീവ് ഓഫീസറെ തലസ്ഥാനത്ത് നിന്ന് മാറ്റാതെ സമരം അവസാനിപ്പിക്കുന്ന സാഹചര്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ എക്സിക്യൂട്ടീവ് ഓഫീസറെ സംരക്ഷിച്ച് നിർത്തിക്കൊണ്ട് ഉദ്യോഗസ്ഥരെ അവർക്ക് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കുറച്ച് കണ്ണിൽ പൊടിയിടുന്ന തീരുമാനം മാത്രമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഈ സംഘടനകൾ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ എക്സിക്യൂട്ടീവ് ഓഫീസറെ മാറ്റുന്നതുവരെ സമരം തുടരുമെന്നും അനന്തപുരം ഹിന്ദുധർമ്മ പരിഷത്തും ക്ഷേത്രം കർമ്മചാരി സംഘമൊക്കെ അറിയിക്കുന്നുണ്ട്. ഈ ഉത്തരവാദികൾക്ക് തലസ്ഥാനത്ത് തുടരാൻ അർഹതയില്ല എന്ന് തന്നെയാണ് ഹിന്ദു സംഘടനകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എടുത്തിരിക്കുന്ന നിലപാട്. പ്രത്യേകിച്ച് പ്രജിത്ത് പറഞ്ഞുകൊണ്ടാണ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കാര്യാലയത്തിലായിരുന്നല്ലോ ഈ ചിക്കൻ ബിരിയാണി സൽക്കാരമൊക്കെ നടന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു ഉത്തരവ് ഔദ്യോഗികമായി എക്സിക്യൂട്ടീവ് ഓഫീസർ ഇറക്കി എന്നുള്ളത് കൊണ്ട് മാത്രം രക്ഷപ്പെടാനാവില്ല എന്നുള്ളതാണ് അല്ലേ സംഘടനകളുടെ നിലപാട്? പ്രത്യേകിച്ച് അതെ, കൃത്യമാണ്. കാരണം ഹിന്ദു സംഘടനകൾ പറയുന്നത് അതെ ഹിന്ദു സംഘടനകൾ പറയുന്നത് പ്രത്യേകിച്ച് അന്ന് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്ന സമയത്ത് അതിന് അനുമതി നൽകിയിരുന്നത് ഈ എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. എക്സിക്യൂട്ടീവ് ഓഫീസറുടെ അനുവാദത്തോടു കൂടി മാത്രമാണ് ഇത്തരമൊരു പരിപാടി അവിടെ നടന്നത്. ആ പരിപാടിയിലാണ് ഇത്തരത്തിൽ മാംസം വിളങ്ങുന്ന സാഹചര്യം ക്ഷേത്ര പരിസരത്ത് തന്നെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഉത്തരവിറക്കി അല്ലെങ്കിൽ ഇത്തരമൊരു ഒരു പാർട്ടിക്ക് അനുമതി നൽകിയ ആൾക്കെതിരെ നടപടി ഉണ്ടാകണം. മാത്രമല്ല ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസറുമായി ബന്ധപ്പെട്ട വിവിധ വിമർശനങ്ങളും ഈ സംഘടനകൾ ഉയർത്തുന്നുണ്ട്. ഇതിനു മുൻപും ആചാരലംഘനപരമായ പല നടപടികളും ഈ ക്ഷേത്രത്തിൽ ഉണ്ടാകുന്നുണ്ട്. അതിനെല്ലാം കാരണം എക്സിക്യൂട്ടീവ് ഓഫീസറാണ് എന്നൊരു വിമർശനം അവർ ഉയർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എക്സിക്യൂട്ടീവ് ഓഫീസറെ മാറ്റാതെ ഈ സമരം അവസാനിപ്പിക്കില്ല, അല്ലെങ്കിൽ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്നുള്ളൊരു നിലപാടാണ് സ്വീകരിക്കുന്നത്. കാരണം അന്നുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ പലരെയും ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ കാര്യങ്ങൾ പോകുന്നു. ജീവനക്കാരെ ബലിയാടാക്കി എക്സിക്യൂട്ടീവ് ഓഫീസറെ സംരക്ഷിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു തുടങ്ങിയിട്ടുള്ള വ്യാപക വിമർശനങ്ങളും വരുന്നുണ്ട്. അന്ന് ഈ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത്, നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തും ഈ ഹിന്ദു സംഘടനകൾ ആവശ്യപ്പെട്ടത് എക്സിക്യൂട്ടീവ് ഓഫീസറെ മാറ്റി കൃത്യമായി ഈ ക്ഷേത്രാചാരങ്ങൾ തുടർച്ചയായി ലംഘിക്കാത്ത ഒരാളെ, ക്ഷേത്രാചാരങ്ങളോട് വിശ്വാസമുള്ള ഒരാളെ ഇവിടെ ഇരുത്തണമെന്നുള്ളതാണ്. നിലവിലെ ഓഫീസർക്ക് ക്ഷേത്രാചാരങ്ങൾ തുടർച്ചയായി ലംഘിക്കുന്ന ഒരു മനോഭാവമുണ്ടെന്നും അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതുമായിരുന്നു അവർ സ്വീകരിച്ച നിലപാട്. അതുകൊണ്ട് തന്നെ ഇനിയും സമരവുമായി പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നും ഈ സംഘടനകൾ പറയുന്നുണ്ട്. ലക്ഷ്മി, പ്രജിത്താണ് വിവരങ്ങൾ നൽകിയത്.